നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ കൽപ്പറ്റ സെന്റർ കമ്മിറ്റി രൂപീകരണ യോഗം ശനിയാഴ്ച നടക്കും. മെയ് 31 വൈകിട്ട് 4 മണിക്ക് കൽപ്പറ്റ പത്മപ്രഭ ഗ്രന്ഥാലയത്തിലെ MB വീരേന്ദ്രകുമാർ മെമ്മോറിയൽ ഹാളിലാണ് യോഗം നടക്കുക. കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെയും പരിസര പഞ്ചായത്തുകളിലെയും പാലിയേറ്റീവ് പരിചരണം വേണ്ടവർക്ക് ആഴ്ചയിൽ 6 ദിവസവും പരിചരണം ഉറപ്പാക്കാനും പാർക്കിൻസോണിസം, സ്ട്രോക്ക് അപകടങ്ങൾ തുടങ്ങിയവ മൂലം ചലനശേഷി പരിമിതപ്പെട്ടവർക്ക് ദീർഘകാല ഫിസിയോതെറാപ്പി സേവനം നൽകി മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും ഉദ്ദേശിച്ചു നടത്തുന്ന യോഗത്തിൽ കൽപ്പറ്റയിലെയും പരിസര പ്രദേശങ്ങളിലെയും സാമൂഹ്യ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരാകാൻ താൽപര്യമുള്ളവരും പങ്കെടുക്കണമെന്ന് കൺവീനർ TV രവീന്ദ്രൻ, ആൽഫ വയനാട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ സക്കീർ VP എന്നിവർ അറിയിച്ചു. കനത്ത കാലവർഷത്തിൽ വെള്ളം വീടിനുള്ളിലേക്ക് കയറിയ 2 കുടുംബങ്ങൾക്ക് ആൽഫ തറവാട്ടിലെ ആശിഷിൽ അഭയം. എടത്തിരുത്തി പഞ്ചായത്ത് 7ാം വാർഡിൽ താമസിക്കുന്ന വടശ്ശേരി ശങ്കരൻ, ഭാര്യ കല്യാണി, മകൻ ബൈജു എന്നിവരടങ്ങിയ കുടുംബത്തിനും വലപ്പാട് പഞ്ചായത്തിലെ 10ാം വാർഡിൽ താമസിക്കുന്ന ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആദ്യ പെൻഷനറായ അംബുജാക്ഷി, മകൾ താര എന്നിവരടങ്ങിയ കുടുംബത്തിനുമാണ് ആശിഷ് അഭയമൊരുക്കിയത്. 2 കുടുംബങ്ങൾക്കും താമസ സൗകര്യവും ഭക്ഷണവും മെഡിക്കൽ സൗകര്യവും ആൽഫ നൽകും. ആൽഫ പാലിയേറ്റീവ് കെയർ നഴ്സുമാർക്കായി നടത്തുന്ന പരിശീലന പരിപാടിയിലെ 8ാമത്തെ സെഷൻ ഇന്ന് ആൽഫ എടമുട്ടം ഹോസ്പിസിൽ നടന്നു. 2ാം ഘട്ടം പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ വിവിധ വിഷയങ്ങളിലുള്ള പരീക്ഷ ഇന്ന് നടന്നു. 16 സെഷനുകളാണ് പരിശീലന പരിപാടിയിലുള്ളത്. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു നേതൃത്വം നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.